മുത്തപ്പൻ ക്ലാസിക്കൽ. സന്തോഷമായി ജീവിക്കണം. എന്ത് തമ്പ്ര പറയുന്നേ? തമ്പ്രാനല്ലടോ, മുത്ത്. എൻ്റെ അമ്മ എന്നെ ഇഷ്ടത്തോടെ വിളിക്കുന്ന പേരാ. എന്നെ ഇഷ്ടമുള്ളവരും അങ്ങനെ വിളിച്ചാൽ മതി. എന്താ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? നിങ്ങളോടൊപ്പം നടക്കുന്ന ചീത്തപ്പേരാണെങ്കിൽ അതവിടെ കിടക്കട്ടോ. ചങ്ങാതി, ഇത്ര അടുത്തേക്ക് എങ്ങനെ അമ്പതിലൊക്കെ ചൂടാവല്ലോ. അല്പ കള്ളല്ലേ? പിന്നെ കള്ളാണ്, പിന്നെ കള്ളാന്നല്ലാണ്ട് പിന്നെ എന്തെന്ന് വിളിക്കണ്ട്? കള്ളൻ ഞാനോ? പിന്നെ അല്ലാണ്ട് കള്ളും കണ്ടു കുടിച്ചിട്ട് പേരും കള്ളൻ. കള്ള അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ ഇന്ന് മാത്രമല്ല എടുത്തു. ഓഹോ, അപ്പൊ ബാക്കിയുള്ള ദിന ആരെടുത്തു? അതെനിക്കറിയില്ല. എനിക്കത് അറിയൂ. നിന്നെ കൊണ്ട് ഞാനത് പറയിക്കും. ഓ, അനങ്ങാൻ പറ്റണില്ലല്ലേ? ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാതെ നീ എന്നെ കേട്ടുകൊണ്ടിരിക്കണം. കള്ളന്റെ കഥകൾ കള്ളുപോലിരുന്ന് നീ കേൾക്കണം. അല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. ഇനി ബാദരികാരി കിടന്നോ, ഞാൻ വേഗം വരാം. തീരണമെന്ന് തെറ്റെന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട്, പുറത്തേക്കണം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? രാവിലെ കള്ളിയെത്താൻ പോയ മനുഷ്യൻ കല്ലായി കിടക്കുന്നു. ഇയാളുടെ കല്ലാകാനുള്ള ആഗ്രഹം കഴിയുമ്പോ ജീവൻ തിരിച്ചു വരും. അല്ല ചന്ത, നിങ്ങളാണ് എന്നോട് പൊറുക്കേണ്ടത്. എന്റെ കുസൃതി നിങ്ങളെ വേദനിപ്പിച്ചല്ലേ? അങ്ങ് ആരാണ്? സ്നേഹം മാത്രം.
ഉപാധികളില്ലാത്ത സ്നേഹം. ഭയപ്പെടണ്ട. ഈ സ്നേഹത്തിന് എങ്കിൽ എന്താണ് അങ്ങേക്ക് പകരം തരേണ്ടത്? നീ തന്ന മധുരക്കണ്ണേക്കാൾ വലുതായി എന്തുണ്ട് ചന്ത? എന്നാ ഏനെന്നും സന്തോഷത്തോടെ അങ്ങേക്ക് എന്നും ഈ പാറപ്പുറത്ത് എത്തിക്കാം. എല്ലാം നിന്റെ ഇഷ്ടം പോലെയാവട്ടെ. ഒരു വെള്ളക്കാരിൽ ആരെ കടത്തിക്കൊണ്ടുപോയതായിട്ടാണ് ആളുകൾ പറയുന്നത്. പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആളുകൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ഈ താഴെ കാണുന്ന നമ്പറിലോ അറിയിക്കണം. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയല്ലേ? ഞാനവിടെ പറഞ്ഞിട്ട് വരാം. ഓഫീസിൽ. ആ, കുട്ടിയെ കാണുമാനില്ലാന്നൊരു ന്യൂസ് കണ്ടുവല്ലോ. പ്രശ്നത്തിനുണ്ട് അവള്. പറശ്ശിക്കടവില്ല മോളാ. മോള് അച്ഛൻ്റെ ഇടിയുണ്ട്, ഞാൻ കൊടുക്കാം. പറശ്ശിക്കടവുന്ന. ഹലോ, പറശ്ശിക്കടവാ? ആ, അല്ല ഞങ്ങൾ അങ്ങോട്ട് വരാം. വാ മോളെ ഇങ്ങനെ വന്നേ. ഒറ്റക്കാണോ? ഇല്ല, അങ്കിൾ ഉണ്ടായിരുന്നു. എവിടെ? വാ പോരാ. അച്ഛനെപ്പോ വന്നേ? അച്ഛന്റെ കൂടെ ഞങ്ങളെ കൊണ്ടുപോവാ ബാംഗ്ലൂർക്ക്. അച്ഛൻ ഞങ്ങളെ ഒറ്റക്കാക്കി പോവല്ലോ അച്ഛാ. ഇല്ല മോളെ, മോളെ കൂട്ടാനല്ലേ അച്ഛൻ വന്നേ. ഏതായാലും മോളെ അച്ഛൻ വന്നല്ലോ. മോളെല്ലാം എന്നോട് പറഞ്ഞു. ഇനി അവളെ കരയിപ്പിക്കരുത്. മുത്തപ്പൻ ഒന്നിപ്പിച്ച ഞങ്ങളെ. കുഞ്ഞിന്റെ മനസ്സൊരുകിയ പ്രാർത്ഥനയാണ് മുത്തപ്പൻ കേട്ടത്. ഏതായാലും നടക്കൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. ശ്രദ്ധിച്ച്. മോൾ ആരുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നത്? ഏതപ്പൂപ്പന്റെ? അങ്ങനെ അറിയാത്ത ആരുടെയും വണ്ടി കയറി പോവാ? അറിയാത്ത എല്ലാ അമ്മയും നല്ല പരിചയമുള്ള മുത്തപ്പനെ പോലെ ഒരു അപ്പൂപ്പൻ. എന്നിട്ട് അപ്പൂപ്പൻ എവിടെ പോയി? ഉള്ളിലേക്ക് കയറിപ്പോയി. എങ്ങോട്ട്? അവിടേക്ക്. അമ്മേ, ആ അപ്പൂപ്പന്റെ
അവിടെ ആരുമില്ലല്ലോ. ഇത് നോക്കമ്മേ. അവിടെ ആരുമില്ല. മോക്ക് തോന്നിയതാവും. അതമ്മ നോക്ക്. അവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. നീ ഒന്ന് വന്നേ. മനുഷ്യനെ വെറുതെ മെനക്കെടുത്തപ്പാ. എന്റെ മുത്തപ്പാ. ആ